പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അല്ലേ. ഇതുപോലെ കറുത്ത കുത്തുകൾ ഒരു സൈഡിൽ മാത്രമായിട്ട് വരിക അല്ലെങ്കിൽ പല സൈഡായിട്ട് വരിക, പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. നമ്മളുടെ സൺ ടാൻ കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ഓവർ സ്ട്രെസ്, ഉറക്കമില്ലായ്മ, പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹോം റെമഡീസ് ഇവിടെ നോക്കാം കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു ചിരട്ട എടുത്ത് ഇതുപോലെ നല്ലതുപോലെ പൊടിയാക്കി എടുക്കുക കേട്ടോ. നമ്മളൊന്ന് ചതക്കണ കല്ലിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്ന് പറഞ്ഞത് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണ്. വളരെ ചെയ്തു നോക്കി വളരെ അധികം റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, എത്ര ഏരിയയിൽ നമുക്ക് ഉള്ള സ്ഥലം മാത്രം ഇട്ടാൽ മതി. അല്ലാതെ ഇപ്പം മുഖത്താണെങ്കിൽ മുഖത്ത് ഫുള്ളൊന്നും ഇടേണ്ട കാര്യമില്ല. ആ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് മാത്രം ഇടുക. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് വെക്കുക. ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കരുത്. ഒരു എന്താ പറയുക, ഉണങ്ങി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കഴുകിക്കളയാം കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. 7 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ്റെ കളർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അടുത്തായിട്ട് ഇതുപോലെ കഴുത്തിലൊക്കെ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിന് നമുക്ക് നല്ലൊരു ഹോം റെമഡി. ഇതിപ്പോൾ ഫേസിലും ചെയ്യാം. എന്നാലും നമുക്ക് കൂടുതൽ നമ്മളുടെ ശരീരഭാഗങ്ങൾ പല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിത് മുഖത്തും ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ കഴുത്തിൽ പറഞ്ഞത്, കഴുത്ത് വളരെ ഡാർക്കായിട്ടുള്ളവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളൊരു തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് അപ്പം തന്നെ ഉപയോഗിക്കണം. വെച്ച് തേങ്ങാവെള്ളമൊന്നും ഉപയോഗിക്കരുത്. തേങ്ങാവെള്ളത്തിൻ്റെ നമ്മൾ കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള 100% റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ എത്രത്തോളമാണ് വേണ്ടത്, ഇവിടെ കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മഞ്ഞളാണ് പിടിക്കുന്നത്, ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പായിരിക്കുമല്ലോ. അപ്പം പച്ചമഞ്ഞളാണെങ്കിൽ അത് ഇപ്പം ഞാൻ കസ്തൂരി മഞ്ഞളാണ് എടുത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് വാട്ടറി ആയിട്ട് എടുക്കണ്ട, ഒന്ന് കുഴമ്പ് രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എത്രത്തോളം തേങ്ങാവെള്ളം വേണമോ അത്രത്തോളം ഇതാക്കുക. അതുപോലെ നമുക്ക് മഞ്ഞൾ കൂടുതൽ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പാല് മഞ്ഞളിട്ട് കുടിക്കുക. ഇതൊക്കെ വളരെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് വളരെ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നും രാത്രി കിടക്കുമ്പം നേരിയ ചൂട് പാലിലേക്ക് മഞ്ഞളിട്ട് നിങ്ങളൊന്ന് കുടിക്കുക. അല്ലെങ്കിൽ പാല് തിളപ്പിച്ച്, പച്ചമഞ്ഞളാണെങ്കിൽ നല്ലതുപോലെ പാലിട്ട് വേവിച്ചിട്ട് വേണം കുടിക്കാനായിട്ട്. വീട്ടിലുണ്ടാക്കുന്ന പച്ചമഞ്ഞൾ തന്നെ എടുക്കുക. എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ കുടിച്ച് തന്നെ നല്ല ഉറക്കവും കിട്ടും. അതുപോലെ പിഗ്മെൻറ്റേഷൻ ഇതുപോലെ ഉള്ള സ്കിന്നിലുണ്ടാവുന്ന ഡിഫക്റ്റുകളൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെക്കുക. ഭയങ്കരമായിട്ട് ഡ്രൈ ആകരുത്. ഒരു ഫേസ് പാക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആകാൻ കാത്തു നിൽക്കരുത്. ഒന്ന് സെമി ആയിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കഴുകിക്കളയാം. അടുത്തതായിട്ട് ആലം അല്ലെങ്കിൽ സ്ഫടികക്കാരം, അങ്ങനെ പല രീതിയിൽ നമ്മൾ ആലം എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആലം എന്നാണ് പറയുന്നത്. ആലം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. നമ്മളെ വീട്ടിൽ എന്നും വേണ്ട ഒരു സാധനമാണ് ഇത്. നമുക്ക് പിഗ്മെൻറ്റേഷൻ മാറാൻ മാത്രമല്ല പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിനു മുമ്പുള്ള ടിപ്സിൽ ചെറിയ ടിപ്സുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ അതിൽ പറയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരല്ലിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ സൈക്കിളിൽ നിന്നൊക്കെ വീണ് ബ്ലഡൊക്കെ വരികയാണെങ്കിൽ ഇത് വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലീഡിങ് നിൽക്കുന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്ക്. വളരെ എഫക്റ്റീവാണ്. അതുപോലെ അതിൽ പഴുക്കാതിരിക്കാനൊക്കെ സഹായിക്കും ഇത് വെച്ച് റബ്ബ് ചെയ്യുമ്പം. അതുപോലെ എന്തെങ്കിലും കടിച്ചിട്ട് തടിച്ചു വരിക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് നനച്ചിട്ട് ഇതൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ ആ ഒരു റെഡിഷ് കളറ്, ആ ഒരു നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഇത് എല്ലാവരും സ്കിന്നിനും പിടിക്കണമെന്നില്ല. അതുകൊണ്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഇടാവുള്ളൂ. കുട്ടികൾ വീഴുമ്പോഴൊക്കെ നമുക്കത് റബ്ബ് ചെയ്യുന്നത് അതൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു സാധനമാണ്. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഇതെന്നും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ ഷേവായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഷേവ് ചെയ്ത് കഴിയുമ്പം നേരിയ പൊട്ടൽ, അതുപോലെ ഇങ്ങനെ നീറലൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ നമുക്ക് ഇതൊരു പീസ് എടുത്തതിന് ശേഷം നല്ലതുപോലെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചതച്ച് വെച്ചേക്കുന്ന ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് എടുത്ത് വെക്കുക. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനത് ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തുണികൾ അലക്കുമ്പം ഇത് ലാസ്റ്റ് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തുണി നല്ല എപ്പോഴും ബ്രൈറ്റ് ആയിട്ടിരിക്കും, ഫെയ്ഡായി പോവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. മുൾത്താണി മിട്ടിയാണ് ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത്. മുൾത്താണി മിട്ടി നമ്മളുടെ ആയുർവേദ കടകളിൽ, ഈ ആലം നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ, മറ്റേ നമ്മളുടെ ആയുർവേദ കട എന്ന് പറഞ്ഞാൽ മരുന്ന് വിൽക്കുന്നതല്ല, നാട്ടുവൈദ്യ കടകളിലെ പച്ചമരുന്നുകൾ വിൽക്കുന്ന അവിടെ കിട്ടുന്നതാണ്. അത് മുൾത്താണി മിട്ടി 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ ഒരു നുള്ള് മാത്രം ആലം ഇടാവുള്ളൂ, കുറേയൊന്നും ഇടരുത്. ഒരു നുള്ള് മാത്രം ആലം ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്കിന്നിൽ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ ഇടാവുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ചിലവർക്ക് മഞ്ഞൾ പിടിക്കില്ല, ചിലവർക്ക് തൈര് പിടിക്കില്ല, പല സ്കിൻ ടൈപ്പാണ്. അപ്പം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇടുക. കഴുത്തിൻ്റെ താഴെയോ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് നോക്കി യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഫേസിലേക്ക് ഇടാവുള്ളൂ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. റോസ് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിലോ മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇത് നമ്മളൊന്ന് തേച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്, ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാൻ നിൽക്കരുത്. നേരിയതായിട്ട് ഡ്രൈ ആകുമ്പോൾ തന്നെ അതൊന്ന് നിങ്ങൾക്ക് പറ്റുന്ന തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ, ചിലവർക്ക് ചൂടുവെള്ളത്തിൽ ഇതാക്കി കഴിഞ്ഞാൽ ചൊറിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്കിന്നാണ്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിയാൽ കുഴപ്പമില്ലാത്തവർ തണുത്ത വെള്ളം വെച്ച് കഴുകിക്കളയാട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓരോന്നും ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും പിടിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തേങ്ങാവെള്ളവും മഞ്ഞളും നിങ്ങൾക്ക് ഓൾ ബോഡി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പല സ്ഥലങ്ങൾ പല രീതിയിലുള്ള കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ ഉള്ളവർക്കിടാം. ഇത് നിങ്ങൾക്ക് ഫേസിൽ ഇടാവുന്നതാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള. അതുപോലെ നമ്മളുടെ ചിരട്ടയുടെ ഇതും നിങ്ങൾക്ക് ഫേസിൽ ഇടാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള 3 ഹോം റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് വന്നോ എന്ന് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. കണ്ടിന്യൂസ്ലി ചെയ്യണം, ഒരു 3 ആഴ്ചയെങ്കിലും. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. 3 ആഴ്ചയോടുകൂടി തന്നെ അത് നല്ല രീതിയിൽ മാഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്ക് സൺടാണൊക്കെ പോകാനായിട്ട് ഒരു അടിപൊളി ഹോം റെമഡി നോക്കാം കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. അതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ മുഖത്തിട്ടാലും സൺടാൻ ഉണ്ടാകും. ഈ നമുക്ക് പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് സൺടാനാണ്. സൺടാൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോകാനും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാകാനും ഒക്കെ ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മളുടെ പാല്, നല്ല കൊഴുപ്പുള്ള പാല്, മുഖക്കുരു വരുന്നവരാണെങ്കിൽ കൊഴുപ്പില്ലാത്ത പാലെടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ തേക്കുക കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നത്. നമ്മൾ ഫേസിൽ മാത്രമല്ല, കയ്യിൽ, അതുപോലെ പല ഭാഗങ്ങളിൽ, നമ്മളുടെ മുട്ട് കൈയുടെ അവിടെയൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ, കാലിലൊക്കെ സൺടാണൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരും അല്ലേ, നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലാണ്, വെറുതെ വെള്ളം പോലെ ആക്കരുത്, കുറച്ച് മാത്രം പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് തേക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറായിട്ട് ഡ്രൈ ആകാൻ കാത്തു നിൽക്കരുത്. ഒന്ന് ഡ്രൈ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ മുട്ട് കൈയിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ഒറ്റ ഇടലിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാവുന്നതാണ് കേട്ടോ.
നമ്മൾ ഈ പറഞ്ഞ ഹോം റെമഡീസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങ് ബ്ലീച്ചിൻ്റെ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്, പാലും. അപ്പം നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.